ടോപ്പിക്കാണ് പെരിയോഡോണ്ടൽ പോക്കറ്റ്. അപ്പോ എന്താണ് ഒരു പെരിയോഡോണ്ടൽ പോക്കറ്റ്, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരാം? ആക്ച്വൽ ഒരു പെരിയോഡോണ്ടൽ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഓരോന്നിനും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഒരു പെരിയോഡോണ്ടൽ പോക്കറ്റ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പത്തോളജിക്കലി എന്തെങ്കിലും അസുഖം മൂലം ഡീപ്പെൻഡ് ആവുന്ന ജിഞ്ചൈവൽ സൾക്കസിനെയാണ് നമ്മൾ പെരിയോഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുന്നത്. പത്തോളജിക്കലി ഡീപ്പെൻഡ് ആയിട്ടുള്ള ജിഞ്ചൈവൽ സൾക്കസ്. ഇപ്പൊ ഈ പെരിയോഡോണ്ടൽ പോക്കറ്റ് നമുക്ക് മോണരോഗം വരുമ്പോഴത്തേക്ക് മോണ വീക്കം കാരണം നമുക്കൊരു ഫോൾസ് പോക്കറ്റ് പോലെ തോന്നാം. ഇല്ല, അറ്റാച്ച്മെന്റ് ലോസ് സംഭവിച്ച് നമുക്ക് ശരിക്കും ഒരു പെരിയോഡോണ്ടൽ പോക്കറ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ രണ്ട് ടൈപ്പിലാണ് പെരിയോഡോണ്ടൽ പോക്കറ്റ് കാണുക. ഒന്ന് എന്ന് പറയുന്നത് മോണരോഗം കൊണ്ട് മോണ വീങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്കതൊരു സ്യൂഡോ പോക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫോൾസ് പോക്കറ്റ് പോലെ നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ പ്രോബ് ഇറക്കി കഴിഞ്ഞാല് അറ്റാച്ച്മെന്റ് ലോസ് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്ത ഒരു പക്ഷം എന്ന് പറഞ്ഞാല് ശരിക്കും പത്തോളജിക്കലി അസുഖം വന്ന് അറ്റാച്ച്മെന്റ് ലോസ് സംഭവിച്ച് ബോൺ ലോസ് സംഭവിച്ച് നമുക്ക് വരുന്ന പെരിയോഡോണ്ടൽ പോക്കറ്റ് ഫോർമേഷൻ. ഓക്കെ, അപ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു പത്തോളജിക്കലി അസുഖം മൂലം ഡീപ്പെൻഡ് ആവുന്ന ജിഞ്ചൈവൽ സൾക്കസിനെയാണ് നമ്മൾ പെരിയോഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫൈ ചെയ്യാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ ഇതിനെ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ജിഞ്ചൈവൽ പോക്കറ്റ് അഥവാ സ്യൂഡോ പോക്കറ്റ്, രണ്ട് പെരിയോഡോണ്ടൽ പോക്കറ്റ്, അതാണ് അതിന്റെ ട്രൂ പോക്കറ്റ് എന്ന് പറയുന്നത്. ജിഞ്ചൈവൽ പോക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിഞ്ചൈവൽ എൻലാർജ്മെന്റ് കൊണ്ടുണ്ടാകുന്നതാണ്. അടിയിലുള്ള ബോണിനോ അറ്റാച്ച്മെന്റിനോ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. ബൾക്ക് ജിഞ്ചൈവയുടെ ബൾക്ക് കാരണം നമുക്ക് തോന്നുന്നതാണ് അവിടെ ഒരു പോക്കറ്റ് ഉണ്ടെന്നുള്ളത്. രണ്ട് പെരിയോഡോണ്ടൽ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെരിയോഡോണ്ടൽ സപ്പോർട്ടിംഗ് പെരിയോഡോണ്ടൽ ടിഷ്യൂസ് നശിച്ചു പോയതിനു ശേഷം നമുക്ക് പെരിയോഡോണ്ടൽ പ്രോബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു 5 mm കൂടുതൽ പോയി അറ്റാച്ച്മെന്റ് ലോസ് സംഭവിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോക്കറ്റാണ് പെരിയോഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജിഞ്ചൈവൽ പോക്കറ്റ് എന്ന് പറയുമ്പോൾ ജിഞ്ചൈവയുടെ എൻലാർജ്മെന്റ് കാരണം ഒരു ഫോൾസ് ആയിട്ട് നമുക്ക് പോക്കറ്റ് ഉള്ളതുപോലെ തോന്നുന്നതിനെയാണ് നമ്മൾ ജിഞ്ചൈവൽ പോക്കറ്റ് എന്ന് പറയുന്നത്. പെരിയോഡോണ്ടൽ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പെരിയോഡോണ്ടൽ ടിഷ്യൂസ് എല്ലാം നശിച്ചതിന് ശേഷം നമുക്ക് യഥാർത്ഥത്തിൽ അറ്റാച്ച്മെന്റ് ലോസ് സംഭവിച്ചതിന് ശേഷം ഉണ്ടാവുന്ന പോക്കറ്റാണ് പെരിയോഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുന്നത്. ഇനി റിലേഷൻഷിപ്പ് ടു ആൽവിയോളർ ബോണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് ഈ പോക്കറ്റ് ഫോർമേഷന് സുപ്രാബോണി ഇൻഫ്രാബോണി എന്ന് രണ്ടായിട്ട് തരംതിരിക്കാം. സുപ്രാബോണി പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ, അതായത് സുപ്രാബോണി ആൽവിയോളർ ബോണിന്റെ മുകളിലാണ് പോക്കറ്റിന്റെ ബോട്ടം ഇരിക്കുന്നത്. ഇൻഫ്രാബോണി എന്ന് പറഞ്ഞാല് ബോണിന്റെ താഴെയാണ് പോക്കറ്റിന്റെ ഫോർമേഷൻ ഇരിക്കുന്നത്. അപ്പൊ സുപ്രാബോണി ഡിഫക്റ്റിന് ഏറ്റവും കൂടുതൽ വരുന്ന ഹൊറിസോണ്ടൽ ബോൺ ലോസ് ആയിരിക്കും. ഇൻഫ്രാബോണി വരുമ്പോൾ അത് വെർട്ടിക്കൽ ബോൺ ലോസ് ആയിരിക്കും അതിൽ കാണപ്പെടുക. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ടേബിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഇൻഫ്രാബോണി സുപ്രാബോണി എന്ന് പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് MCQs വന്നിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. ഡെഫിനിഷൻ വൈസ് നോക്കണമെങ്കിൽ സുപ്രാബോണി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ആൽവിയോളർ ബോണിന്റെ മുകളിലാണ് അതിന്റെ പോക്കറ്റിന്റെ ബേസ് വരുന്നത്. ഇൻഫ്രാബോണി എന്ന് പറയുമ്പോൾ ആൽവിയോളർ ബോണിന്റെ ആപ്പിക്കലി അല്ലെങ്കിൽ താഴെയാണ് പോക്കറ്റിന്റെ ബേസ് വരുന്നത്. ബോൺ ലോസ് സുപ്രാബോണിക്ക് ഹൊറിസോണ്ടലും ഇൻഫ്രാബോണിക്ക് വെർട്ടിക്കലും ആണ് വരുന്നത്. റിലേഷൻഷിപ്പ് ടു ആൽവിയോളർ ബോൺ അഗെയിൻ സുപ്രാബോണി എന്ന് പറഞ്ഞാല് ബോണിന്റെ മുകളിലും ഇൻഫ്രാബോണി എന്ന് പറയുമ്പോൾ ബോണിന്റെ താഴെയുമാണ്. പാറ്റേൺ ഓഫ് ബോൺ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺ ലോസ് ആണ് ഹൊറിസോണ്ടലിനുള്ളത്, സുപ്രാബോണിക്കുള്ളത്. പിന്നെ വെർട്ടിക്കൽ ഡിഫക്റ്റ് വരുമ്പോഴത്തേക്ക് ഒബ്ലീക്ക് ആയിട്ടുള്ള ആംഗുലാർ ആയിട്ടുള്ള ബോൺ ലോസ് ആണ് ഇൻഫ്രാബോണി പോക്കറ്റിന് ഉള്ളത്. ലൊക്കേഷൻ ഓഫ് ജംഗ്ഷൻ എപ്പിത്തീലിയം അഗെയിൻ സുപ്ര എന്ന് പറയുമ്പോൾ എല്ലാം മുകളിലാണ്, കൊറോണൽ ടു ആൽവിയോളർ ക്രസ്റ്റ് ആണ്. ഇൻഫ്രാബോണി എന്ന് പറയുമ്പോൾ ആപ്പിക്കൽ ടു ആൽവിയോളർ ക്രസ്റ്റ് ആണ്. പോക്കറ്റ് വാൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂ വാൾ ഔട്ട്സൈഡ് ദ ബോൺ ആണ് സുപ്രാബോണിക്ക്, ലൈസ് വിത്തിൻ ദ ബോൺ ആണ് ഇൻഫ്രാബോണിക്ക്. സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓഫൺ റിസെക്റ്റീവ് സർജറി വെച്ച് മാനേജ് ചെയ്യും ഇൻഫ്രാബോണി. സുപ്രാബോണി റീജനറേറ്റീവ് സർജറി, ഗൈഡഡ് ടിഷ്യൂ റീജനറേഷൻ പോലുള്ള സർജറി വെച്ചാണ് നമ്മൾ ഇൻഫ്രാബോണി പോക്കറ്റ്
ചെയ്യുന്നത്. ഏറ്റവും പ്രോഗ്നോസിസ് കൂടുതലും ഫേവറബിൾ ആയിട്ടുള്ള, തെറാപ്പിക്ക് ഫേവറബിൾ ആയിട്ട് ഉള്ളതും ഏതാണ്? ഇൻഫ്രാബോണി ഡിഫെക്ട്സ് ആണ്. റേഡിയോഗ്രാഫിക് അറിയാം, ഹൊറിസോണ്ടൽ ആണ് സൂപ്രാബോണി പോക്കറ്റിന്, വെർട്ടിക്കൽ ബോൺ ലോസ് അല്ലെങ്കിൽ ആംഗുലർ ബോൺ ലോസ് ആണ് ഇൻഫ്രാബോണി പോക്കറ്റിന്. ഇനി ഇൻവോൾവ് ടൂത്ത് സർഫസിനെ വെച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ സിമ്പിൾ പോക്കറ്റ്, കോമ്പൗണ്ട് പോക്കറ്റ്, കോംപ്ലക്സ് അഥവാ സ്പൈറൽ പോക്കറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു സർഫസ് ഇൻവോൾവ് ആയിട്ടുള്ളൂ, ഇതുപോലെ. കോമ്പൗണ്ട് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സർഫസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. സ്പൈറൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സർഫസ് ഉണ്ട്, പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചാല് ഒരു ടൂത്ത് സർഫസിൽ തുടങ്ങിയിട്ട് അതിങ്ങനെ സ്പൈറൽ അടിച്ച് എന്നിങ്ങനെ വളഞ്ഞാണ്, ട്വിസ്റ്റ് അറൗണ്ട് ചെയ്തിട്ടാണ് അഡീഷണൽ സർഫസിലേക്ക് പോകുന്നത്. ഒരു സ്പൈറൽ പോലെ ഒരിടത്ത് തുടങ്ങി ഇങ്ങനെ കറങ്ങി ട്വിസ്റ്റ് ചെയ്താണ് അപ്പുറത്തെ സർഫസിലേക്ക് പോകുന്നത്. അതാണ് കോംപ്ലക്സ് അഥവാ ട്വിസ്റ്റഡ് അല്ലെങ്കിൽ സ്പൈറൽ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. പെരിഡോണ്ടൽ പോക്കറ്റ് ഉള്ളവർക്ക് മെയിൻ ആയിട്ട് മിക്കവാറും വളരെ റയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് പെയിൽ ആൻഡ് ഫേം ആയിട്ട് കാണാൻ പറ്റുള്ളൂ, പിങ്ക് ആൻഡ് ഫേം ആയിട്ട്. ബാക്കിയുള്ള കൂടുതലും നമ്മൾ കാണുന്ന ബ്ലൂയിഷ് റെഡ് തിക്കൻഡ് ആയിട്ടുള്ള ജിഞ്ചൈവ ആയിരിക്കും. ബ്ലീഡിങ് ഓൺ പ്രോബിംഗ് ആണ്. സപ്പറേഷൻ ഫസ്റ്റ് ഡിസ്ചാർജ് എല്ലാ തവണയും കാണണമെന്നില്ല, ചില സമയങ്ങളിൽ കാണും. പിന്നെ ടൂത്ത് മൊബിലിറ്റി കാണാം. പത്തോളജിക്കൽ മൈഗ്രേഷൻ കാരണം ഡയസ്റ്റീമ ഫോർമേഷൻ ഉണ്ടാകും. പിന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ നമ്മൾ പ്രോബ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ കാണും ഡീപ്പ് ഇൻ ദ ബോൺ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബ്ലൂയിഷ് റെഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ മുന്നത്തെ ക്ലാസ് തൊട്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോഴേ അവിടെ കാപ്പിലറീസ് കൂടി അവിടെ എൻഗോൾജ്മെന്റ്, വെയിൻസ് എല്ലാം കൂടെ, ഞരമ്പെല്ലാം കൂടെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവസാനം അത് ശ്വാസം മുട്ടി ഇരിക്കുമ്പോഴാണ് ഇത് ബ്ലൂയിഷ് റെഡ് ആയിട്ട് മാറുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. ചില കേസസിൽ പിങ്കും ഫേമും ആയിട്ട് കാണും. അങ്ങനെയുള്ളതിൽ എന്തായിരിക്കും? ഫൈബ്രോട്ടിക് ചേഞ്ചസ് ആയിരിക്കും പ്രഡോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ വാസ്കുലർ ഇൻഫ്ലമേഷനും അവിടേക്കുള്ള കാപ്പിലറീസിന്റെ ഫ്ലോയും കൂടുന്നത് കൊണ്ടാണ് ബ്ലീഡിംഗ് തൊട്ടാൽ ഉടനെ തന്നെ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഇന്നർ ആസ്പെക്ട് ഓഫ് ദ പോക്കറ്റ് പെയിൻഫുൾ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പെയിൻഫുൾ ആവുന്നു പറഞ്ഞാൽ അൾസറേഷൻ ഉള്ളതുകൊണ്ടാണ് പെയിൻഫുൾ ആവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഫ്ലാസിഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഫ്ലാസിഡിറ്റി ഉണ്ടാവുന്ന വെച്ചാൽ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന പോലെ കിടക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജിഞ്ചൈവൽ ഫൈബേഴ്സും സറൗണ്ടിങ് ടിഷ്യൂസും എല്ലാം ഡിസ്ട്രോയ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നത്. സ്മൂത്ത് ഷൈനി സർഫസ് ആയിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി അട്രോഫി ഓഫ് എപ്പിത്തീലിയം കാണും, എഡിമ കാണും, ഡീജനറേഷൻ കാണും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ആണ്, തുടക്കം തൊട്ടേ നമ്മൾ പഠിക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട, അത് തന്നെയാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ മെനി കേസസിൽ പസ് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിജിറ്റൽ പ്രഷർ കൊടുക്കുമ്പോൾ ചില കേസസിലൊക്കെ നമുക്ക് പഴുപ്പ് വരുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി ഇതെങ്ങനെ വരുന്നു? പത്തോജെനിസിസ് അതാണ് പറയുന്നത്. ആദ്യം പല്ലില് ബാക്ടീരിയൽ പ്ലാക്ക് ഫോം ചെയ്യുന്നു. അതവിടെ തന്നെ ഇരുന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാതെ മാർജിനൽ ജിഞ്ചൈവ ഇൻഫ്ലെയിംഡ് ആവുന്നു. ഇൻഫ്ലെയിംഡ് ആവുന്ന മാർജിനൽ ജിഞ്ചൈവൽ സൾക്കസിലേക്ക് അത് ഡീപ്പൻ ചെയ്യുന്നു. ആ ബാക്ടീരിയ കയറി ഇങ്ങനെ ഡീപ്പൻ ആവുന്നു. ഡീപ്പനായി അവിടെ ആദ്യം ഒരു ജിഞ്ചൈവൽ പോക്കറ്റ് ഉണ്ടാവുന്നു. ആ ജിഞ്ചൈവൽ പോക്കറ്റിനകത്ത് അനേറോബിക് ഓർഗാനിസംസ് വന്നൊരു കോളനി തന്നെ ഉണ്ടാക്കും. അങ്ങനെ അവിടെ പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസ്, ല്യൂക്കോസൈറ്റ്സ്, മാക്രോഫേജസ് എല്ലാം മൈഗ്രേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ കീ മീഡിയേറ്റേഴ്സിനെയൊക്കെ റിലീസ് ചെയ്യും. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ കൊളാജൻ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. പ്ലാക്ക് വന്ന പല്ലിൽ ഇരുന്നിട്ട് അവിടെ മാർജിനൽ ജിഞ്ചൈവ ആദ്യം എൻലാർജ്ഡ് ആയി. ആ മാർജിൻ ജിഞ്ചൈവ എൻലാർജ് ആയപ്പോൾ അതിനകത്ത് ബാക്ടീരിയ കയറി കൊളനൈസ് ചെയ്തു. ജിഞ്ചൈവൽ പോക്കറ്റ് ഉണ്ടായി. ആ ജിഞ്ചൈവൽ പോക്കറ്റിനകത്ത് അനേറോബിക് ഓർഗാനിസംസ് കയറി കൊളനൈസ് ചെയ്ത് അവിടെ എന്തുണ്ടായി? അവിടെ അപ്പം വലിയൊരു എമൗണ്ടിൽ തന്നെ പോളിമോർഫോന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സും മാക്രോഫേജസും എല്ലാം മൈഗ്രേറ്റ് ചെയ്തെത്തി. അപ്പൊ ഇനി അവിടെ ഒരു കൊളാജൻ ലോസ് സംഭവിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ പോക്കറ്റ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാകുന്നത്. രണ്ട് രീതിയിൽ കൊളാജൻ ലോസ് സംഭവിക്കാം. ഒന്ന് എന്ന് പറയുന്നത് ഈ മൈഗ്രേറ്റ് ചെയ്ത് വന്ന പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസും ല്യൂക്കോസൈറ്റ്സും ഒക്കെ കൊളാജിനേസ് എന്ന് പറഞ്ഞൊരു എൻസൈം റിലീസ് ചെയ്ത് ആ വഴി കൊളാജൻ നശിപ്പിക്കാം. അതൊരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഈ ഫൈബ്രോബ്ലാസ്റ്റ് ഈ സിമന്റത്തിന്റെയും പെരിഡോണ്ടൽ ലിഗമെന്റിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കൊണ്ടുപോയി ആ കൊളാജനെ കഴിച്ചിട്ട് വരും. ഒന്നീ ഫൈബ്രോബ്ലാസ്റ്റ് കൊളാജൻ ഫാഗോസൈറ്റോസിസ് ചെയ്യും, ഇല്ലെങ്കിൽ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന
ഇന്റർലൂക്കിൻസും പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസും എല്ലാം പോയി കൊളാജിനേസ് സിന്തസൈസ് ചെയ്ത് ആ കൊളാജിനേസ് കൊളാജനെ നശിപ്പിക്കും. അപ്പൊ ഈ രണ്ട് മെക്കാനിസം വഴി കൊളാജൻ നശിച്ചു പോകാം. അങ്ങനെ ഈ നശിക്കുന്ന കൊളാജൻ ഫൈബേഴ്സ് ഈ ജംഗ്ഷൻ എപ്പിത്തീലിയത്തിലുള്ള ഫൈബേഴ്സ് എല്ലാം ആദ്യം അപ്പിക്കലി ഉള്ള ഫൈബേഴ്സ് എല്ലാം ഡിസ്ട്രോയ് ആയി തുടങ്ങുമ്പോഴേ എന്ത് സംഭവിക്കും? കൊറോണലി ഉള്ള ജംഗ്ഷൻ എപ്പിത്തീലിയത്തിന്റെ അറ്റാച്ച്മെന്റ് അങ്ങ് വിട്ടു തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസ് എല്ലാ അറ്റാച്ച്മെന്റ് വിട്ടു തുടങ്ങിയല്ലോ, നേരെ കൊറോണലി അങ്ങ് കയറും. ആ കൊറോണലി എത്തി അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ഈ പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസിന്റെ ലെവലെല്ലാം ഒരു 60% കഴിയുമ്പോൾ എന്ത് പറ്റും? എപ്പിത്തീലിയൽ സെല്ല് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയൽ സെല്ല് അങ്ങ് ഡിറ്റാച്ച് ആയി പോകും. അങ്ങനെ അവിടെ ഒരു പോക്കറ്റ് ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ കൊളാജൻ ഫൈബേഴ്സ് ജംഗ്ഷൻ എപ്പിത്തീലിയത്തിന്റെ താഴെയുള്ള കൊളാജൻ ഫൈബേഴ്സ് ഡിസ്ട്രോയ് ആകുമ്പോൾ ഈ എപ്പിത്തീലിയൽ സെൽസ് റൂട്ട് സർഫസിൽ നിന്ന് പ്രൊലിഫറേറ്റ് ചെയ്ത് ഹെൽത്തി കൊളാജൻ ഫൈബേഴ്സിന്റെ അവിടെ എത്തുന്നിടം വരെ ഈ ഡിസ്ട്രക്ഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ താഴേന്നേ ഡിസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ പയ്യെ മുകളിലുള്ള ജംഗ്ഷൻ എപ്പിത്തീലിയം എന്തൊരു അഴിഞ്ഞ് അതിന്റെ അറ്റാച്ച്മെന്റ് അങ്ങ് വിടുമ്പോഴത്തേക്ക് ഉള്ള ന്യൂട്രോഫിൽസ് ല്യൂക്കോസൈറ്റ്സ് എല്ലാം കൂടെ അങ്ങ് മണ്ടയ്ക്ക് കയറി അതിന്റെ എമൗണ്ട് ഒരു 60% കൂടുതലാകുമ്പോഴത്തേക്ക് എപ്പിത്തീലിയവും പല്ലുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അങ്ങ് ഡിറ്റാച്ചായി അവിടെ ഒരു പോക്കറ്റ് ഫോർമേഷൻ നടക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ ചാർട്ട് ആയിട്ട് ഇട്ടിരിക്കുന്നത്. വായിച്ചു നോക്കിയാൽ അത് സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ബാക്ടീരിയ ചെല്ലുമ്പോൾ കൊളാജൻ ഡിസ്ട്രക്ഷൻ വരുന്നു. കൊളാജൻ ഡിസ്ട്രക്ഷൻ ഏതൊക്കെ രീതിയിൽ വരുന്നു? അങ്ങനെ ഡിസ്ട്രോയ് ആവുമ്പോൾ അറ്റാച്ച്മെന്റ് വിടുമ്പോൾ അവിടേക്ക് പോളിമോർഫോന്യൂക്ലിയർ ന്യൂട്രോഫിൽസ് കയറുന്നു. അവിടെ നമുക്ക് എന്ത് വരുന്നു? പോക്കറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നു. ഹിസ്റ്റോപത്തോളജിക്കലി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിത്തീലിയം പ്രൊലിഫറേറ്റ് ചെയ്ത് അണ്ടർലൈൻ കണക്റ്റീവ് ടിഷ്യൂലേക്ക് ഡീപ്പ് റെഡ് എപെക്സ് ഫോം ചെയ്യും. ജംഗ്ഷൻ എപ്പിത്തീലിയം അപ്പിക്കലി മൈഗ്രേറ്റ് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് പോക്കറ്റ് ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ. കണക്റ്റീവ് ടിഷ്യൂ എടുത്ത് നോക്കണമെങ്കിൽ അവിടെ എഡിമാറ്റസ് ആയിരിക്കും, ഇൻഫ്ലമേറ്ററി എക്സുഡേറ്റ് കാണും, പ്ലാസ്മ സെൽസ് ആയിരിക്കും 80% കാണുന്നത്. പിന്നെ ന്യൂട്രോഫിൽസും ല്യൂക്കോസൈറ്റ്സും ഒക്കെ ഉണ്ടാകും. ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആയിരിക്കും. നെക്രോസിസും ഡീജനറേഷനും കാണാൻ പറ്റും. പോക്കറ്റ് ബോളിൽ അൾസറേഷനും കാണാൻ പറ്റും. മൈക്രോബയോളജിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഡോമിനന്റ്ലി ഗ്രാം നെഗറ്റീവ് അനേറോബ്സ് ആണ് കാണുന്നത്. പോർഫെറമോണ ജിഞ്ചവാല്, സ്റ്റാനറില്ല ഫോർസൈത്തിയ, ട്രിപ്പനിമ ഡെന്റിക്കോളം, പ്രിവറ്റല്ല, ഇന്റർമീഡിയ, ഇത്രയും മൈക്രോ ഓർഗാനിസംസ് ആണ് കാണുന്നത്. മൈക്രോസ്കോപ്പിക്കലി കാണുന്ന ഏറ്റവും കൂടുതൽ ആരാണ്? പ്ലാസ്മ സെല്ലാണ്. ഇനി 5 സോൺ ഉണ്ട് പെരിഡോണ്ടൽ പോക്കറ്റിന്റെ. ഈ 5 സോണും നമ്മൾ അറിഞ്ഞിരുന്നാല് നമുക്ക് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് സോൺ എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് കാൽക്കുലസ്. അത് ഏറ്റവും കൂടുതലും റൂട്ട് സർഫസിലാണ് കാണുന്നത്. 2 അറ്റാച്ച്ഡ് പ്ലാക്ക്. സോൺ ഓഫ് അറ്റാച്ച്ഡ് പ്ലാക്ക് എന്ന് പറഞ്ഞാൽ പ്ലാക്ക് എവിടെ അറ്റാച്ച് ആയിരിക്കുന്ന? ആദ്യം പല്ലിൽ, അപ്പൊ ഫേംലി അഡ്ഹറന്റ് ടു ദ ടൂത്ത് സർഫസ്. അടുത്തത് സോൺ ഓഫ് അൺഅറ്റാച്ച്ഡ് പ്ലാക്ക്, അതായത് പോക്കറ്റിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് നടക്കുന്ന പ്ലാക്ക്. അടുത്ത സോൺ ഓഫ് ജംഗ്ഷൻ എപ്പിത്തീലിയം. ആ ജംഗ്ഷൻ എപ്പിത്തീലിയം എപ്പോഴും അപ്പൈക്കലി മൈഗ്രേറ്റഡും ആണ്, പോസിബിളി അൾസറേറ്റഡും ആണ്. 4 എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഇൻഫ്ലമേഷൻ, അതായത് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഇൻഫ്ലമേഷൻ സംഭവിച്ചു. അപ്പൊ അവിടെ പ്ലാസ്മ സെൽസും ലിംഫോസൈറ്റ്സും ഒക്കെ വന്നു കഴിഞ്ഞു. ഇതിൽ ഏത് സോണിലാണ് ഒരു പേഷ്യന്റിന്റെ പല്ലിരിക്കുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ടാർഗറ്റ് ചെയ്ത് അവരെ ഡീബ്രൈഡ് ചെയ്ത് തെറാപ്പിയും കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു പെരിഡോണ്ടൽ പോക്കറ്റിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ട്? മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസവും അതിന്റെ പ്രോഡക്ട്സും ആണ്. അതിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എൻസൈംസ്, എൻഡോടോക്സിൻസ്, വേറെ മെറ്റബോളിക് പ്രോഡക്ട്സ്. പിന്നെ ജിഞ്ചവൽ ഫ്ലൂയിഡ് കാണും, ഫുഡ് റെമിനൻസ് കാണും, സലൈവറി മ്യൂസിൻ കാണും, ഡീസ്ക്വാമേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ടാവും, ല്യൂക്കോസൈറ്റ്സ്, പ്ലാക്ക് കവേർഡ് കാൽക്കുലസ് കാണും, പിന്നെ പസ് കാണും. പസ് ചില കേസസിലേ കാണുള്ളൂ. പസ് ഇൻ കേസ് ഉണ്ടെങ്കിൽ ആ പസ്സിൽ ലിവിങ്, ഡീജനറേറ്റഡ്, ജീവിച്ചിരിക്കുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്ന നെക്രോട്ടിക് ആയിട്ടുള്ള ല്യൂക്കോസൈറ്റ്സ് കാണാൻ പറ്റും. ലിവിങ്ങും ഡെഡ് ബാക്ടീരിയയും കാണാൻ സാധിക്കും. സിറവും കാണും, കുറച്ച് ഫൈബ്രനും കാണും. ഡയഗ്നോസിസ് നമ്മൾ എങ്ങനെ? പെരിഡോണ്ടൽ പ്രോബ് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസിസ് നോക്കുന്നത്. അപ്പം പെരിഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുന്നത്, പോക്കറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് ജിഞ്ചവൽ മാർജിൻ തൊട്ട് പോക്കറ്റിന്റെ ബേസ് വരെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് പെരിഡോണ്ടൽ പോക്കറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ജിഞ്ചവൽ മാർജിൻ തൊട്ട്
ബേസ് വരെ, ബേസ് ഓഫ് ദ പോക്കറ്റ്, അതാണ് പോക്കറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. അതും ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് ലോസും രണ്ടും രണ്ടാണ്. ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് ലോസ് എന്ന് പറഞ്ഞാൽ സിമന്റോ ഇനാമൽ ജംഗ്ഷൻ തൊട്ട് ബേസ് ഓഫ് ദ പോക്കറ്റ്. പെരിഡോണ്ടൽ പോക്കറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ജിഞ്ചൈവൽ മാർജിൻ ടു ബേസ് ഓഫ് ദ പോക്കറ്റ്. സിമന്റോ ഇനാമൽ ജംഗ്ഷൻ ടു ബേസ് ഓഫ് ദ പോക്കറ്റ് ആണ് ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ പ്രോബിംഗ് ഡെപ്ത് നോക്കും, ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് ലോസ് നോക്കും, പിന്നെ റേഡിയോഗ്രാഫിക് അസസ്മെന്റ്. അതായത് ഹൊറിസോണ്ടൽ ആണോ, യൂണിഫോം ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ബോൺ ലോസ് എങ്കിൽ ഹൊറിസോണ്ടൽ ആണ്. ഇല്ല ഇപ്പം ആംഗുലർ, ഇങ്ങനെ അൺഈവൻ ആയിട്ട് ആംഗുലർ ആയിട്ടാണ് പോണെങ്കിൽ അതിന്റെ അർത്ഥം വെർട്ടിക്കൽ ബോൺ ലോസ് എന്നാണ്. അങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ. ഇനി ചില കേസസിൽ ഈ പെരിഡോണ്ടൽ പോക്കറ്റ് ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് എല്ലാം അപ്പിക്കൽ ഫൊറാമൻ വഴിയോ അല്ലെങ്കിൽ ആക്സസറി കെനാൽസ് വഴിയോ ഒക്കെ പൾപ്പിലേക്ക് ചെന്ന് പൾപ്പൽ ഇൻഫെക്ഷനും ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെയും സ്പ്രെഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എൻഡോപെരിയോ ലീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പഠിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിംറ്റംസ് വരും, പൾപ്പിന് എഫക്റ്റഡ് ആയിട്ടുള്ള പെയിൻഫുൾ, വളരെ വേദനയുള്ള സിറ്റുവേഷൻസ് വരും. അടുത്ത റിലേഷൻഷിപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് ലോസ് ആൻഡ് ബോൺ ലോസ് ടു പോക്കറ്റ് ഡെപ്ത്. ഈ പോക്കറ്റ് ഡെപ്ത് അറ്റാച്ച്മെന്റ് ലോസും ബോൺ ലോസും തമ്മിലുള്ള ബന്ധം. പോക്കറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, പോക്കറ്റ് ഫോർമേഷൻ വരിക എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ലോസ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സിവിയറിറ്റി, എത്രത്തോളം അറ്റാച്ച്മെന്റ് ലോസ് സംഭവിച്ചു എന്ന് പറയുന്നത് ജനറലി നമ്മൾ ഡെപ്ത് ഓഫ് ദ പോക്കറ്റുമായിട്ട് കോറിലേറ്റ് ചെയ്യുമെങ്കിലും, പക്ഷെ എപ്പോഴും ഇത്ര അറ്റാച്ച്മെന്റ് ലോസ് ഉള്ളതുകൊണ്ട് ഇത്രയും പോക്കറ്റ് ഡെപ്ത് വരും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം അറ്റാച്ച്മെന്റ് ലോസ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ, ബേസ് ഓഫ് ദ പോക്കറ്റ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ പോക്കറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ഓഫ് ദ പോക്കറ്റ് ആൻഡ് ക്രസ്റ്റ് ഓഫ് ദ ജിഞ്ചൈവൽ മാർജിൻ ആണ്. അറ്റാച്ച്മെന്റ് ലോസ് എന്ന് പറഞ്ഞാൽ അത് പോക്കറ്റിന്റെ ലൊക്കേഷനും ബേസും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ പ്രോബിംഗ് ഡെപ്ത് അങ്ങനെയല്ല. ഓക്കെ, പോക്കറ്റ് ഓഫ് ദ സെയിം ഡെപ്ത്, ഒരേ ഡെപ്തിലുള്ള പോക്കറ്റ് ഡിഫറെന്റ് ഡിഗ്രി ഓഫ് അറ്റാച്ച്മെന്റ് ലോസ് സംഭവിക്കാം. ഓക്കെ, പക്ഷെ ഡിഫറെന്റ് ഡെപ്തിലുള്ള പോക്കറ്റിൽ സെയിം അറ്റാച്ച്മെന്റ് ലോസ് ഉണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യം മാത്രം, നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, ഇത്രയും മാത്രം ചിന്തിച്ചാൽ അറ്റാച്ച്മെന്റ് ലോസും ബോൺ ലോസും ആയിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ജനറലി കമ്പയർ ചെയ്ത് സംസാരിക്കുമെങ്കിലും അറ്റാച്ച്മെന്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടം തൊട്ടാണ് മെഷർ ചെയ്യുന്നത്, സിമന്റോ ഇനാമൽ ജംഗ്ഷൻ തൊട്ട് ബേസ് ഓഫ് ദ പോക്കറ്റ് വരെയാണ്. എന്നാൽ പോക്കറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ജിഞ്ചൈവൽ മാർജിൻ തൊട്ട് ബേസ് ഓഫ് ദ പോക്കറ്റ് ആണ്. അപ്പം പല ലെവലിലിരിക്കുന്ന പോക്കറ്റിന് സെയിം അറ്റാച്ച്മെന്റ് ലെവൽ വരാം, ലോസ് ഓഫ് അറ്റാച്ച്മെന്റ് വരാം. ചിലപ്പോ സെയിം ലെവലിൽ പോക്കറ്റ് ഡെപ്ത് ഉണ്ടെങ്കിലും ഡിഫറെന്റ് അറ്റാച്ച്മെന്റ് ലെവൽ ലോസും വരാം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, നമ്മളൊരു പോക്കറ്റ് ഡെപ്ത് അറിയുന്നതുകൊണ്ട് എന്താണ്, അസുഖം അറിയാൻ പറ്റും, അവിടെ എന്തൊക്കെ പാത്തോജൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും, ഓറൽ ഹൈജീൻ ഹിൻഡർ ആവുന്നത്, പിന്നെ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? നോൺ സർജിക്കൽ ഡെഫിനറ്റ്ലി സ്കെയിലിംഗ്, റൂട്ട് പ്ലെയിനിങ്, ആന്റി മൈക്രോബിയൽസും കൊടുക്കും, മെയിൻ്റനൻസ് തെറാപ്പി. സർജിക്കലിലേക്ക് കയറുമ്പോൾ ഫ്ലാപ്പ് സർജറി, റീജനറേറ്റീവ് സർജറി, പിന്നെ പോക്കറ്റ് എലിമിനേഷൻ സർജറി. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഹീലിംഗ് ഓഫൺ എങ്ങനെയാണ്, ജംഗ്ഷൻ എപ്പിത്തീലിയം ഫോം ആവുന്നത് കൊണ്ടാണ് നടക്കുന്നത്. ട്രൂ റീജനറേഷൻ വഴി നമുക്ക് സിമെന്റും ബോണും ഒക്കെ ഉണ്ടാവും. പെരിഡോണ്ടൽ ലിഗമെന്റ് റീജനറേഷൻ വരണം എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് റീജനറേറ്റീവ് തെറാപ്പി നമ്മൾ ഫോളോ ചെയ്തേ പറ്റും. അപ്പൊ സമ്മറി ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ ടോപ്പിക്കാണ്. ഇത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പെരിഡോണ്ടൽ പോക്കറ്റിൽ ഉണ്ടാവുന്ന മൈക്രോ ഓർഗാനിസംസ്, അതിൽ വരുന്ന ബോണി ഡിഫെക്ട്സ്, അത് എന്താണ് പെരിഡോണ്ടൽ പോക്കറ്റ് ഡെപ്ത്, എന്താണ് ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് ലോസ്, തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ അറിഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ ജിഞ്ചൈവൽ പോക്കറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, അവിടെ ബോൺ ലോസ് അറ്റാച്ച്മെന്റ് ലോസ് ഒന്നും തന്നെ ഇല്ല, അത് സ്യൂഡോ പോക്കറ്റ് ആണ്. പെരിഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുമ്പോൾ അതിപ്പോ സുപ്രാബോണി ആണെങ്കിൽ ബോണിന്റെ മുകളിലാണ്, അപ്പൊ അത് ഹൊറിസോണ്ടൽ ബോൺ ലോസ് ആണ്. ഇൻഫ്രാബോണി എന്ന് പറയുമ്പോൾ ബോണിന്റെ ക്രസ്റ്റ് ഓഫ് ദ ആൽവോളർ ബോണിന്റെ താഴെയാണ്, അപ്പൊ അത് ആംഗുലാർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ബോൺ ലോസ് ആണ് കാണിക്കുന്നത്. പിന്നെ ഇതിനെ കുറിച്ചൊക്കെ എന്തൊക്കെ ഏറ്റവും കൂടുതൽ മൈക്രോസ്കോപ്പിക്കലി കാണുന്ന പ്ലാസ്മ സെല്ലാണ്, കാണുന്ന മൈക്രോ ഓർഗാനിസംസ് ഗ്രാം നെഗറ്റീവ് എനറോബ്സ് ആണ്.
ടൈപ്സ് ഓഫ് ബോൺ ഡിഫക്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ സോൺ ഓഫ് പെരിഡോണ്ടൽ പോക്കറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയുക. ഇത്രയും തന്നെ പെരിഡോണ്ടൽ പോക്കറ്റിൽ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് MCQs ഇവിടെ നോക്കാം. ഹോൾമാർക്ക് ഓഫ് പെരിഡോണ്ടൽ ഡിസീസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പെരിഡോണ്ടൽ പോക്കറ്റ് ഫോർമേഷൻ ആണ്. പെരിഡോണ്ടൽ പോക്കറ്റ് is defined as pathologically deepened gingival sulcus. Base of periodontal pocket. എവിടെയാണ് base of periodontal pocket located? Yes, എപ്പോഴും apical to cemento-enamel junction ആണ് base of the periodontal pocket എന്ന് പറയുന്നത്. cemento-enamel junctionന്റെ താഴെയാണ് ഉണ്ടാവുക. predominant cell ഏതാണ് പെരിഡോണ്ടൽ പോക്കറ്റ് വാളിൽ? പ്ലാസ്മ സെല്ലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്ത PPT-യിൽ ന്യൂട്രോഫിൽസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. predominant സെല്ല് പ്ലാസ്മ സെല്ലാണ് കേട്ടോ. പെരിഡോണ്ടൽ എപ്പിത്തീലിയം എപ്പോഴും നോൺ കെരാറ്റിനൈസ്ഡ് ആണ്. ഇപ്പൊ പോക്കറ്റിൽ എപ്പോഴും നോൺ കെരാറ്റിനൈസ്ഡ് ആണ്. കെരാറ്റിനൈസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഹെൽത്തി ആവും. വിച്ച് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ് ടു അസസ് ദ പോക്കറ്റ് ഡെപ്ത്? പെരിഡോണ്ടൽ പ്രോബ് ആണ്. ട്രൂ പോക്കറ്റും ഫോൾസ് പോക്കറ്റും ഡിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാൾസ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ജിഞ്ചൈവൽ പോക്കറ്റ്, സ്യൂഡോ പോക്കറ്റ് എന്താണ്, അതിന് അറ്റാച്ച്മെന്റ് ലോസ് ഇല്ല. പെത്തോളജിക്കൽ മൈഗ്രേഷൻ ഓഫ് ടീത്ത് ഇസ് ഡ്യൂ ടു ലോസ് ഓഫ് പെരിഡോണ്ടൽ അറ്റാച്ച്മെന്റ് ആണ്. സോറി, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത റേഡിയോഗ്രാഫിക് സൈൻ ഓഫ് പെരിഡോണ്ടൽ പോക്കറ്റ്. വൈഡാൻഡ് പെരിഡോണ്ടൽ ലിഗമെന്റ് കാണാൻ പറ്റും. വെർട്ടിക്കൽ ബോൺ ഡിഫക്റ്റ് ഉണ്ട്. ഫസി ലാമിന ഡ്യൂറൻ. ഓൾ ഓഫ് ദി അബവ് ആണ്. True pocket differ from false pocket in that false pocket has no attachment loss. Pathological migration is due to loss of periodontal attachment. Oh, sorry, the repeat item. Sorry. Which pocket type is more amenable to regenerative therapy? എപ്പോഴും ഏതാണ് നമ്മൾ പറഞ്ഞത്? ഇൻഫ്രാബോണി പോക്കറ്റ് ആണ് more amenable to regenerative therapy. Advanced pocket formation indicates stage 3 അഥവാ stage 4 periodontitis. Which structure is destroyed in the periodontal pocket formation? Definitely periodontal ligamentum bone ആണ് നശിക്കുന്നത്. Epithelial lining of a pocket എന്ത് കാണിക്കും? അൾസറേഷനും റെക്ടിപെക്സും ആണ് കാണിക്കുന്നത്. ജിഞ്ചൈവൽ വാളിൽ എന്ത് കാണും? നമ്മൾ എഡിമ കാണും. Apical migration of junctional epithelium is a sign of നമുക്ക് പെരിഡോണ്ടൈറ്റിസ് ആയി എന്നാണ്. Vertical bone defect is seen with vertical bone defect വരുമ്പോൾ അത് ഏതാണ്? Infrabony pocket. Base of suprabony pocket coronal to the alveolar crest. What type of bone loss occur in suprabony? എപ്പോഴും horizontal bone loss. Pockets can be diagnosed by periodontal probing വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് ലോസ് എന്ന് പറയുമ്പോൾ അവിടെ റിസഷനും സംഭവിച്ചു, പോക്കറ്റ് ഡെപ്തും ഉണ്ട്. വിച്ച് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ്, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് എന്നാണ് പറഞ്ഞത്. പെയിൻലെസ് ആണ്, സ്ലോ പ്രോഗ്രഷൻ ആണ്, അസോസിയേറ്റഡ് വിത്ത് പ്ലാക്ക് ആണ്. ഫസ്റ്റ് ഡിസ്ചാർജ് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ നോട്ട് ഓൾവേസ്. ചിലപ്പോൾ ഫസ്റ്റ് ഡിസ്ചാർജ് വരും. അങ്ങനെയുള്ള കേസിൽ ഡിജിറ്റൽ പ്രഷർ വയ്ക്കുമ്പോഴും നമുക്ക് എന്താണ് എക്സ്ട്രോപേഷൻ കാണാൻ സാധിക്കും. Gingival fluid in periodontal pocket is rich in എല്ലാം ഉണ്ട് അല്ലെ. പെരിഡോണ്ടൽ പോക്കറ്റ് കണ്ടന്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ വായിക്കുക. അതിനകത്ത് ഇമ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, ഇൻഫ്ലമേറ്ററി സെൽസും ഉണ്ട്. വാട്ട് ഇസ് ദ പ്രൈമറി കോസ് ഓഫ് പെരിഡോണ്ടൽ പോക്കറ്റ് ഫോർമേഷൻ? പ്രൈമറി കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയൽ പ്ലാക്ക്. ഞാൻ പെക്ടോജെൻസിസിൽ തന്നെ ഉണ്ട്. ബാക്ടീരിയൽ പ്ലാക്ക് ആദ്യം ടൂത്ത് സർഫസിൽ അറ്റാച്ച് ആയി അവിടെ ആദ്യം മാർജിനൽ ജിഞ്ചാവ ഇൻഫ്ലെയിംഡ് ആകുന്നു. അപ്പോഴാണ് അവിടെ ജിഞ്ചൈവൽ സൾക്കസ് ഒന്ന് ഇൻഫ്ലെയിംഡ് ആകുമ്പോഴാണ് അതിനുള്ളിലേക്ക് അനേറോബിക് ബാക്ടീരിയ പോയി കോളനൈസ് ചെയ്ത് അവിടെ നിന്നാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. Which therapy is most effective in pocket reduction എന്ന് പറഞ്ഞാൽ സ്കെയിലിംഗ്, റൂട്ട് പ്ലെയിനിങ് ആണ്. Local contributing factors for pocket formation include all except calculus ഉണ്ട്, overhanging restoration ഉണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, സിമെന്റോബ്ലാസ്റ്റ് ഉണ്ട്. സിമെന്റം ഫോർമേഷൻ അല്ലല്ലോ. Which clinical sign is least reliable? Bleeding on probing, suppuration, probing depth, mobility. ഇത് പറയാൻ കാരണം മൊബിലിറ്റി എന്ന് പറയുമ്പോൾ മൊബിലിറ്റി പെരിഡോണ്ടൽ പോക്കറ്റ് ഉണ്ടെങ്കിൽ, ഡീപ്പൻഡ് പോക്കറ്റ് ഉണ്ടെങ്കിൽ മൊബിലിറ്റി വരാം. പക്ഷെ മൊബിലിറ്റി വേറെ കാരണങ്ങളും കൊണ്ടും വരാം. ഇപ്പൊ ഒരു ട്രോമ കൊണ്ടുവരാം അല്ലെ, അത് ഒരു ഇതാണ്.
ട്രോമ കൊണ്ടുവരാം, ബോൺ ലോസ് കൊണ്ടുവരാം. പെരിനോണ്ടൽ പോക്കറ്റ് ഡെപ്ത് കൊണ്ട് മാത്രം നമുക്ക് മൊബിലിറ്റി വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത്ര റിലയബിൾ അല്ല, തന്നിരിക്കുന്നതിൽ വെച്ച് അത്ര റിലയബിൾ അല്ല മൊബിലിറ്റി എന്ന് പറയുന്നത്. കാരണം അത് ഡിഫറെന്റ് കോസസ് കൊണ്ട് വരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പെരിനോണ്ടൽ പോക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആണ്. വേറെ ഒന്നുമില്ല, നിങ്ങൾ പെരിനോണ്ടൽ പോക്കറ്റിന്റെ സുപ്രാബോണി, ഇൻഫ്രാബോണി പോക്കറ്റ്, പോക്കറ്റ് കണ്ടൻസ് എന്താണ്, പോക്കറ്റിൽ കാണുന്ന സെൽസ് ഏതൊക്കെയാണ്, മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ്, പിന്നെ എന്താണ് പ്രോബിംഗ് പോക്കറ്റ് ഡെപ്തും ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് ലെവലും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ പത്തോജനസിസ്, അതിനകത്ത് നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ വഴിയില്ല. പത്തോജനസിസ് അറിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നില്ല, എന്താണ് പ്രൈമറി കോസറ്റീവ് ഫാക്ടർ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യണമെങ്കിൽ പത്തോജനസിസ് അറിയണം. അപ്പൊ അത്ര തന്നെ ഉള്ളൂ പെരിനോണ്ടൽ പോക്കറ്റിലുള്ളത്. നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. താങ്ക് യു.